നമസ്കാരം. മമ്മൂക്കയുടെ റിലീസ് 4K റീമാസ്റ്റർ പതിപ്പായ വെള്ളിയേട്ടൻ സിനിമ ഇന്ന് വിജയകരമായിട്ട് 5ാം ദിവസത്തിലേക്ക് തിയേറ്ററുകളിൽ കടന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ ആദ്യ 4 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റ് എത്രയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പ് റിലീസ് ചെയ്ത ആദ്യ ദിവസമായ ഈ കഴിഞ്ഞുപോയ വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ ആകെ പ്രദർശിപ്പിച്ചത് 379 ഷോകളായിരുന്നു. ഏകദേശം 15,282 ടിക്കറ്റുകളാണ് അന്ന് ചിത്രത്തിന്റെ പേരിൽ കേരളത്തിൽ വിറ്റുപോയത്. 23 ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസം ചിത്രത്തിൻ്റെതായി ഗ്രോസ് കളക്ഷൻ ട്രാക്കിഡ് ഗ്രോസ് ആയി നേടിയത് കേരളത്തിൽ. 2ാം ദിവസമായ ശനിയാഴ്ച ചിത്രത്തിന്റെ പേരിൽ വിറ്റുപോയത് കേരളത്തിൽ ഏകദേശം 6,912 ടിക്കറ്റുകളാണ്. 11 ലക്ഷം രൂപയായിരുന്നു 2ാം ദിവസം ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷനായി ട്രാക്കിഡ് ഗ്രോസ് ആയി നേടിയത്. 3ാം ദിവസമായ ചിത്രത്തിന്റെ ആദ്യ ഞായറാഴ്ച 356 ഷോകളിൽ നിന്നും 8,876 ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു. അന്ന് ചിത്രത്തിന്റെ ട്രാക്കിഡ് ഗ്രോസ് ആയി കേരള കളക്ഷനിലൂടെ നേടിയത് 14 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 4ാം ദിവസമായ ആദ്യ തിങ്കളാഴ്ചയായ ഇന്നലെ 301 ഷോകളാണ് ചിത്രം കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. ഏകദേശം 6,060 ടിക്കറ്റുകൾ ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ഇന്നലെ വിറ്റുപോയിരുന്നു. ഇതുവരെ ചിത്രത്തിന്റെ ട്രാക്കിഡ് കളക്ഷനായി നമുക്ക് ലഭിച്ച അപ്ഡേറ്റുകൾ പ്രകാരം 8.6 ലക്ഷം രൂപയാണ് ചിത്രം ഇന്നലെ സ്വന്തമാക്കിയത്. അങ്ങനെ ടോട്ടൽ 4 ദിവസങ്ങൾ കൊണ്ട് വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പ് കേരള ട്രാക്കിഡ് കളക്ഷനായി മാത്രം സ്വന്തമാക്കിയത് 56.6 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 5ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഇതുവരെ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് 214 ഷോകളാണ്. ഇതുവരെ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് കേരളത്തിൽ 2,315 ടിക്കറ്റുകളാണ്. ഇതുവരെ കേരള ട്രാക്കിഡ് ഗ്രോസ് എന്ന് പറയുന്നത് 3.2 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ 6ാം ദിവസമായ നാളെ അഡ്വാൻസ് സെയിലിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ ഏകദേശം 135 ഷോകളാണ് ഇതുവരെ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത് 1,120 ടിക്കറ്റുകളാണ്. നിലവിൽ നാളത്തെ കേരള അഡ്വാൻസ് സെയില് 1.7 ലക്ഷം കടന്നിട്ടുണ്ട്. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ട്രാക്കിഡ് കളക്ഷനിലൂടെ മാത്രം 56.6 ലക്ഷം രൂപ നേടിയ ചിത്രത്തിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 90 ലക്ഷത്തിന് മുകളിലായിരിക്കും ചിത്രം നേടിയിട്ടുണ്ടാകുക. ഈ വരുന്ന ഡിസംബർ 5ാം തീയതി പുഷ്പ പോലെയുള്ള വലിയ സിനിമകൾ വരുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്ന 2 ദിവസങ്ങൾ കൊണ്ട് മികച്ചൊരു കളക്ഷൻ നേടി മികച്ചൊരു വിജയമാണ് വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്കയുടെ മറ്റൊരു 4K റിലീസ് ചിത്രം കൂടി ഈ വരുന്ന മാസം തിയേറ്ററുകളിൽ എത്തുകയാണ്. മമ്മൂക്കയും രജനിയും പ്രധാന വേഷത്തിലെത്തിയ ദളപതിയാണ് ഈ വരുന്ന ഡിസംബർ 12ാം തീയതി റിലീസ് ചെയ്യുന്നത്. എന്തായാലും ചിത്രങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.